ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുന്ന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? ഞാനിപ്പോൾ ഉള്ളൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഗൈസ്. കണ്ടോ, കാടെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഹോസ്പിറ്റൽ റോഡിന് കയറിക്കൊണ്ടിരിക്കുകയാണ്. റമദാനൊക്കെ തുടങ്ങി. അൽഹംദുലില്ലാ റമദാനൊക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാനിന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്താഴത്തിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് ഒരു അടിപൊളി ഡെയിലി വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ നടന്നില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നടന്നിക്കില്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കണമെന്ന്. പക്ഷെ എന്താ പറയുക, ആ ഒരു സമയത്ത് പിന്നെ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിക്കില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നെയാണ്. ഷാലോനൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ ചെറിയൊരു സാധനം വാങ്ങാനുണ്ട്, അങ്ങനെ വന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി വ്ളോഗ്. ഞങ്ങൾ നേരെ കോട്ടാശുപത്രിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റും ചെയ്യണം. അങ്ങനെ പിന്നെ എന്താക്കി, ഞാനും ശാലയും കൂടെ നേരെ JDC പോകാമെന്ന് വിചാരിച്ചിട്ട് JDCയിൽ പോയി. ഇത് കോട്ടാശുപത്രിയാണ് കേട്ടോ. പിന്നെ നേരെ JDC പോയി അവിടുന്ന് കാണിച്ചു. പിന്നെ മോക്ക് ഇങ്ങനെ പ്ലേറ്റും അതേപോലെ ചെറിയൊരു കപ്പൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കാൻ വേണ്ടി പോയി. പക്ഷേ ആ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ, വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്. തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ, റമദാനല്ലേ, കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ ടോയ്സൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ടോയ്സ് നോക്കിയിട്ടുണ്ടായി, പക്ഷേ ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല കേട്ടോ. പിന്നെ കല്ലുമ്മക്കായ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്ലുമ്മക്കായ നന്നാക്കലും പിടിക്കലൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും മോളും ഓരോടൊക്കെ വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കല്ലുമ്മക്കായൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ അത് നറക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടി കേട്ടോ. അതേപോലെ തിന്നാനാണെങ്കിലും ഇവിടെ എല്ലാവർക്കും, ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും മോക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. മോക്കും മുളകൊന്നും ആക്കാണ്ട് വെറുതെ ഇങ്ങനെ ആവിക്ക് വെച്ച് വേവിച്ചിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ കല്ലുമ്മക്കായൻ്റെ പരിപാടിയിലേക്ക് നോക്കി. ഞാനും ഉപ്പയും മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് നോമ്പ് തുറക്കും. നമുക്കിവിടെ അടുത്ത് പള്ളിയിലുണ്ട്, അവിടെ നിന്ന് നോമ്പ് തുറക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കുമല്ലേ ഉള്ളൂ. അങ്ങനെ കുറേ കടികളോ കാര്യങ്ങളോ നമ്മളങ്ങനെ ഉണ്ടാക്കലില്ല. എല്ലാവർക്കും ചോറാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കല്ലുമ്മക്കായും ചെറിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നോമ്പുറൊക്കെ ആക്കാറ്. പിന്നെ ഞാനിന്ന് എണീച്ചപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രാവിലെ റമദാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി, അത്താഴത്തിന് എണീക്കുന്നതൊക്കെ. പക്ഷേ ഇന്ന് അത്താഴത്തിന് എണീക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ പുറത്തും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻട്രോ ഒക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് എടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പം ഇവിടെ കല്ലുമ്മക്കായി നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ജ്യൂസൊക്കെ അടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് അടിക്കുന്ന വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോളും കൂടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വന്ന് എടുക്കലും പിടിക്കലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതിനുശേഷം കല്ലുമ്മക്കായൊക്കെ നിറച്ചു പിന്നെ ആവിക്ക് വേവിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. പിന്നെ നമ്മൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ പത്തിരിക്കുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ട് അവിടെ അമ്മ എന്താ പറയുക ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അടുക്കള തികച്ചും പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ കല്ലുമ്മക്കായി നിറച്ച് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് പിന്നെ പൊരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ അടുക്കള ക്ലീനിങ്ങും അകം ക്ലീനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മോള് വന്ന് എടുക്കലും പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തമായിട്ട് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ല, പൊതുവേ ഉണ്ടാക്കലില്ല. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളങ്ങനെ ഉണ്ടാക്കുന്നല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അടിച്ചിട്ടുണ്ടായി, ചായ, അതേപോലെ പത്തിരിയും കറിയും ഈ കല്ലുമ്മക്കായും. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്രയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പൊക്കെ തുറന്നു. പിന്നെ അങ്ങനത്തെ നോമ്പൊക്കെ തുറന്നു. ഉപ്പ പിന്നെ പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറന്നത് കേട്ടോ. അങ്ങനെ ഉപ്പ വന്നിട്ടുണ്ടായിക്കില്ല. ഞാനും ഉമ്മയും കൂടെ ഇരുന്ന് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയും ഉപ്പയും കൂടെ ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ, പാനും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നെയ്യ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായി. അപ്പം അതൊക്കെ ഞാൻ അവർ കൊണ്ടുവന്നപ്പം ഓരോന്നിങ്ങനെ എടുത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തിയാണ്. പിന്നെ ഞങ്ങളുടെ പാന് നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ നെഹദയിൽ പോയിട്ടുണ്ടായി. മോളും ഉമ്മയും ഉപ്പയും കൂടിയാണ് പോയത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. നല്ല ഫ്രൈ പാനൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടുവന്നു. അതിന് ശേഷം പിന്നെ ഞാൻ എന്താക്കി, ഞാൻ പത്തിരിയും കറിയൊക്കെ കൂട്ടി കഴിച്ചു. ഇത് മോളെ പ്ലേറ്റാണ്. എല്ലാവരും കഴിക്കുന്നത് എന്താ ഇങ്ങനത്തെ പ്ലേറ്റിൽ കഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ മോക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ അതിന് തന്നെ കഴിക്കുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.